മീഡിയാസിലേക്ക് സ്വാഗതം. ഇത് മലയാള സിനിമയുടെ അഭിമാന മുഹൂർത്തമാണ്. ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ മാർക്കോ ഇന്ന് തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യ മുഴുവനായി അലയടിക്കുന്നു എന്ന് തന്നെ പറയാം. തെലുങ്കിൽ അതിഗംഭീരമായ ഓപ്പണിംഗ് ആണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 300-ന് മുകളിലുള്ള തിയേറ്ററുകളിലെത്തിയപ്പോൾ ഇന്ന് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സിനിമ അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് മുന്നോട്ട് കുതിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. എല്ലാ തിയേറ്ററുകളും നിറഞ്ഞ് കവിയുന്നു. ഹിന്ദിയിൽ എവിടെ നിർത്തിയോ അവിടെ നിന്ന് വീണ്ടും ആരംഭിക്കുന്ന ഒരു കാഴ്ച. മലയാളത്തിലും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്. സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറേ ഡീറ്റെയിൽസുമായിട്ടാണ് ഈ ഒരു വീഡിയോ. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. തെലുങ്കിലെ കളക്ഷനിലേക്ക് നമുക്ക് നേരെ ചെല്ലാം. തെലുങ്കിൽ ആന്ധ്രാപ്രദേശും നിസാമിൽ നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് മാത്രമായി 1/2 കോടി രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. അതായത് 50 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷനാണ് നേടിയിരിക്കുന്നത്. നിസാമിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് 1 കോടിക്ക് മുകളിലാണ്. ഫൈനലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടില്ല. അതായത് 1.5 കോടിക്ക് മുകളിൽ തെലുങ്ക് പതിപ്പിൽ നിന്ന് തന്നെ വരികയാണ്. ഇതിനോടകം തന്നെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് സിനിമ വലിയ രീതിയിലേക്ക് കുതിച്ച് ഉയരുന്നതും. ഹിന്ദിയിൽ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു കാഴ്ചയാണ്. ആദ്യ ആഴ്ച 29 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞെങ്കിൽ 8-ാം ദിനം സിനിമ നേടിയത് 25 ലക്ഷം രൂപയും 9-ാം ദിവസം 71 ലക്ഷം രൂപയാണെങ്കിൽ 10-ാം ദിവസം 98 ലക്ഷം രൂപയാണ് സിനിമ നേടിയത്. 11-ാം ദിവസം സിനിമ നേടിയത് 52 ലക്ഷം രൂപ. 12-ാം ദിവസം സിനിമ നേടിയത് 62 ലക്ഷം രൂപ. ഇന്ന് 13-ാം ദിവസം സിനിമ നേടിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു 1,40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എന്നുള്ളതാണ് പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ. സിനിമ ഇതിനോടകം തന്നെ ഹിന്ദി വേർഷൻ 5.5 കോടിക്ക് മുകളിലേക്ക് നേടി. അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമായി മാർക്കോ എന്ന സിനിമ നേടിയിരിക്കുന്നത് 6 കോടിക്ക് മുകളിൽ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരള കളക്ഷനിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഇന്നും മികച്ച കളക്ഷൻ തന്നെയായിരുന്നു. ഇന്നലെ ഒരു ഇടിവുണ്ടായിരുന്നു. ന്യൂ ഇയർ ദിനത്തിൽ വലിയ രീതിയിലുള്ള ഇടിവുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കാര്യങ്ങളൊക്കെ മാറുന്ന കാര്യം. ഏകദേശം 40% വർധനവ്. ഇന്ന് ട്രാക്കേഴ്സ് മുഖാന്തരം പറഞ്ഞിരിക്കുന്നത് 75 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. 75 ലക്ഷം രൂപ വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം 1,25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ. അങ്ങനെ 3 ഭാഷകളിലും റിലീസ് ചെയ്ത 3 ഭാഷകളിലും ഇന്ന് 1 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു എന്നുള്ള ഓൾ 3 വെർഷൻസ് കളക്ട് 1 crore പ്ലസ് എന്നുള്ളതാണ്. അതായത് തെലുങ്കിൽ നിന്ന് 1.5 കോടിയും ഹിന്ദിയിൽ നിന്ന് 1.5 കോടിക്കടുത്തും മലയാളത്തിൽ നിന്ന് 1.25 കോടിയും അടിച്ച് ഇന്ത്യക്കകത്ത് സിനിമ തരംഗമായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഹിന്ദിയിൽ മറ്റൊരു പ്രധാനമായ കാര്യമെന്ന് പറഞ്ഞാൽ സിനിമ 1200-ന് മുകളിലുള്ള ഷോകളാണ് ഇന്ന് കളിച്ചത്. ഡൽഹിയിൽ മാത്രം 224 ഷോകളും, മുംബൈയിൽ 93 ഷോകളും, അഹമ്മദാബാദിൽ 67 ഷോകളും, സൂററ്റിൽ 60-ഉം, ലക്നൌവിൽ 47-ഉം, പൂനെയിൽ 43-ഉം, വഡോദരയിൽ 38-ഉം, ഹൈദരാബാദിൽ 25-ഓളം ഷോകളും, രാജ്കോട്ടിൽ 24, ചണ്ഡീഗഡിൽ 21, ബാംഗ്ലൂരിൽ 18, ഇൻഡോറിലും കൽക്കട്ടയിലും 17 വീതവും, ഭുവനേശ്വറിൽ 15-ഉം, ജയ്പൂരിൽ 14-ഉം ഷോകൾ, പാറ്റ്നയിൽ 10-ഉം, ലുധിയാനയിൽ 12-ഉം, നാഗ്പൂരിൽ 9-ഉം, ഡെറാഡൂണിൽ 18-ഉം, അമൃത്സറിൽ 7-ഉം, ഗാന്ധിനഗറിൽ 3-ഉം. ഇങ്ങനെ തുടങ്ങുന്നു ഹിന്ദി വേർഷനിലെ കഥകൾ. അതിഗംഭീരമായിട്ട് തന്നെയുള്ള കുതിച്ച് പായൽ. അതായത് വരുന്ന ദിവസം അടുത്ത ശനിയാഴ്ച, അതായത് നാളെ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അത്ര ഗംഭീരമായിട്ടുള്ള ഷോ കൗണ്ട് ചാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം. ഇതിനോടകം തന്നെ മറ്റൊരു കാര്യം വന്നിരിക്കുന്നത് ബുക്ക് മൈ ഷോയിലെ റെക്കോർഡാണ് എന്നുള്ളതാണ്. ബുക്ക് മൈ ഷോയിൽ ഇന്നും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു ബുക്കിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഏകദേശം 50,000-ന് മുകളിൽ 57,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് ഇന്ന് വിറ്റുപോയിരിക്കുന്നത്. ഇതോടുകൂടി സിനിമ ബുക്ക് മൈ ഷോയിലൂടെ മാത്രമായിട്ട് 14 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നതും. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള കുതിപ്പാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും OIS-ൽ നിന്നുമുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമ 38 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം 8 കോടിയാണെങ്കിൽ ഇന്നത്തെ കളക്ഷൻ വരുമ്പോൾ 11 തൊട്ട് 12 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതും ഉറപ്പിക്കാം. ഓവർസീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഏകദേശം 32 കോടിക്ക് മുകളിൽ എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളിലും വരുന്നത്. എങ്ങനെ നോക്കിയാലും സിനിമ 80 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ 85-ഓ 88-ഓ ആയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അണിയറ പ്രവർത്തകരിൽ നിന്ന്, ഉണ്ണി മുകുന്ദൻ ആൻഡ് ടീമിൽ നിന്ന് ഒരു ഒഫീഷ്യൽ പോസ്റ്ററാണ്. ഒരുപക്ഷെ 75 കോടി നേടിയ ആ ഒരു പോസ്റ്ററിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അതിതുവരെയും പുറത്ത് വന്നിട്ടില്ല. ഇനിയും അവർ 100 കോടി പോസ്റ്റർ ഇറക്കാനാണോ കാത്തിരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് കാത്തിരിക്കാൻ വയ്യ. ഒരുപാട് പേർ ഇതറിയാൻ
കാത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ആ 75 കോടി പോസ്റ്റർ ഇറക്കി വിടൂ എന്നുള്ളതാണ് പറയാനുള്ളത്. ഒപ്പം 100 കോടി ഈ ഒരു സിനിമ കളക്ട് ചെയ്യാൻ ഇനി അധിക താമസമൊന്നുമില്ല. നിങ്ങളോട് ഒരു ചോദ്യമാണ്, ഈ സിനിമ 100 കോടി കടക്കുന്നത് ഏത് ദിവസമായിരിക്കും എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ കൂടി വന്നാൽ 5 ദിവസത്തിന്, 5 തന്നെ വേണം എന്നില്ല. കാരണം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ 10 കോടി അടുത്താണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശനി ഞായറോട് കൂടി അത് ഗംഭീരമായിട്ട് തന്നെ പോകും എന്നുള്ളതും യാതൊരു സംശയമില്ല. അങ്ങനെ വരികയാണെങ്കിൽ വരുന്ന ഞായറാഴ്ച കഴിയുമ്പോഴത്തേക്ക് സിനിമ 100 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം, എന്നായിരിക്കും സിനിമ 100 കോടിയിലേക്ക് ടച്ച് ചെയ്യുന്നത്. മലയാളത്തിൻ്റെ അഭിമാനമായ ഈ ഒരു സിനിമ ഇന്ന് എല്ലാ സ്ഥലങ്ങളെയും കടത്തിവെട്ടി മുന്നോട്ട് പോകുന്നു. GCCയിലെ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും പുറത്ത് വരാത്തത്. GCCയിൽ ഇന്ന് ജനുവരി 1 സിനിമ റിലീസായിരുന്നു. ജനുവരി 2 തീയതി ആയിട്ടും അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊന്നും തന്നെ പുറത്ത് വന്നില്ല. അതുകൂടി ആളിക്കത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ നോക്കേണ്ട കാര്യവുമില്ല. ഇനിയും തമിഴിലേക്കുള്ള ഡീറ്റെയിൽ വരുന്നു. തമിഴിൽ 200 മുകളിലുള്ള തിയേറ്ററുകളിലാണ് സിനിമ വരാൻ പോകുന്നത്. അത് 3 തീയതിയോട് നാളെയാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. അതുകൂടി ഒന്ന് ആളിക്കത്തിയാൽ കാര്യങ്ങളൊക്കെ ഗംഭീരമാകും. 200 കോടി എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് തൂക്കും എന്നുള്ളതും നമുക്ക് കാണാം. എന്തായാലും ഒരു മലയാള സിനിമ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്ര ഗംഭീരമായിട്ട് അന്യഭാഷകളിൽ ഒരേപോലെ തന്നെ മുന്നോട്ട് കുതിക്കുന്നത്. കാത്തിരിക്കാം. മറ്റുള്ള സിനിമകൾ നിങ്ങൾക്കറിയാം ഇതേപോലെ ഗംഭീരമായിട്ട് പ്രകടനം കാഴ്ചവെച്ച സിനിമകളുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെയും രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. അതേപോലെ തന്നെ 50,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് എത്തിക്കാൻ ഒരുപാട് ഒരു സബ്സ്ക്രിപ്ഷൻ വേണം. അതൊന്ന് ഹെൽപ്പ് ചെയ്യണം. ടേപ്പ് മീഡിയാസ്.